നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന കോൺഗ്രസ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം ചേരും. UDF-ലെ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാകും. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ LDF തകർന്നടിഞ്ഞപ്പോഴും പ്രത്യേക ശ്രദ്ധ നേടി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനോട് TN പ്രതാപൻ പരാജയപ്പെട്ടത്. UDF തരംഗത്തിനിടയിലും കുന്നംകുളത്തെ ചെങ്കോട്ടയായി നിലനിർത്തിയത് നഗരസഭയിലും കടവല്ലൂർ പഞ്ചായത്തിലും ലഭിച്ച മികച്ച ലീഡുകളുടെ പിൻബലത്തിൽ. അപ്രതീക്ഷിതമായി വേലൂരിൽ നിന്ന് UDF-ന് വലിയ ലീഡ് ലഭിച്ചെങ്കിലും തുടക്കം മുതൽ നിലനിർത്തിയ ഇടത് മുന്നേറ്റത്തെ തടയുവാൻ സാധിച്ചില്ല. NDA വോട്ടുകൾ ഭിന്നിച്ചതും UDF-ന് ഗുണം ചെയ്തില്ല. വാർത്തകൾ വിശദമായി. വിസ്മയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ആർക്ക് നറുക്ക് വീഴുമെന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഒരാൾ എത്തുമോ, അതല്ല KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നെത്തുമോ എന്ന ആകാംക്ഷയിലാണ് കേരള രാഷ്ട്രീയം. നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നേക്കും. ഇതിനു മുന്നോടിയായി AICC നിരീക്ഷകരെ ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കും. നിരീക്ഷകർ MLA-മാരുടെ അഭിപ്രായം തേടിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുക. ഒരാഴ്ചക്കകം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനാണ് ശ്രമം. അതേസമയം മുഖ്യമന്ത്രി പദത്തിനായി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കിടയിൽ നീക്കങ്ങൾ ശക്തമായിട്ടുണ്ട്. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയവകാശപ്പെട്ട് പിടിമുറുക്കുകയാണ് KC വേണുഗോപാൽ പക്ഷം. ജയിച്ചുവന്ന MLA-മാരിൽ 52 പേരുടെ പിന്തുണയാണ് അവകാശവാദം. MP-മാരിലും സീനിയർ നേതാക്കളിലും കൂടുതൽ പേരും ഒപ്പമുണ്ടെന്നാണ് കണക്ക്. ഘടകകക്ഷികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയിൽ പ്രതീക്ഷ വയ്ക്കുന്നു VD സതീശൻ. MLA-മാരുടെ എണ്ണം മാത്രമല്ല പരിഗണിക്കേണ്ടതെന്നാണ് സതീശൻ വിഭാഗത്തിന്റെ നിലപാട്. ഘടകകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾക്കാണ് സതീശൻ പ്രാധാന്യം നൽകുന്നത്. ഇതിനെല്ലാം പുറമെ സീനിയോരിറ്റിക്കാണ് മുഖ്യമന്ത്രി പദത്തിൽ മുൻഗണന നൽകേണ്ടതെന്ന് ചെന്നിത്തല വിഭാഗം വാദിക്കുന്നു. മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനം ഉടനെന്ന് KC വേണുഗോപാലും പാർട്ടി പറയും പോലെ പ്രവർത്തിക്കുമെന്ന് VD സതീശനും പ്രതികരിച്ചു. സസ്പെൻസ് ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിച്ച പോരാട്ടത്തിന്റെ ക്ലൈമാക്സിൽ മണലൂരിൽ ഇടതുമുന്നണി സ്വന്തമാക്കിയത് ആവേശ വിജയം. ആദ്യാവസാനം ലീഡ് നില മാറിമറിഞ്ഞ വോട്ടെണ്ണലിൽ സസ്പെൻസുകൾക്കൊടുവിൽ രാത്രി 8 മണിയോടെയാണ് രവീന്ദ്രനാഥിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണൽ പൂർത്തിയായതിനെ തുടർന്ന് നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലായിരുന്നു വിധി പ്രഖ്യാപനം. ആദ്യ മണിക്കൂറുകളിൽ രവീന്ദ്രനാഥ് ചെറിയ ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് ലീഡ് നില മാറിമറിയുന്ന സ്ഥിതിവിശേഷമാണുണ്ടായത്. ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണലൂരിൽ വിജയം നേടുമെന്ന് അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച നിലയിൽ പല പഞ്ചായത്തുകളിലും ലീഡ് നേടാൻ സാധിക്കാതെ പോയതോടെയാണ് മണ്ഡലം കൈവിട്ടുപോയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 1600 വോട്ടിന്റെയും മുല്ലശ്ശേരിയിൽ 2200 വോട്ടിന്റെയും വാടാനപ്പള്ളിയിൽ 1600, മണലൂരിൽ 1120, എളവള്ളിയിൽ 1140, അരിമ്പൂരിൽ 641, ചൂണ്ടലിൽ 6 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. പ്രൊഫസർ C രവീന്ദ്രനാഥിന് 65,337 വോട്ടുകളാണ് ആകെ ലഭിച്ചത്. എന്നാൽ TN പ്രതാപന് തൈക്കാട് മേഖലയിൽ നിന്നും 144 വോട്ടിന്റെയും പാവർട്ടി, വെങ്കിടങ്ങ് എന്നീ പഞ്ചായത്തുകളിൽ യഥാക്രമം 3400, 2300 എന്നിങ്ങനെയായിരുന്നു ലീഡ് നില. 65,211 വോട്ടുകളായിരുന്നു പ്രതാപന് ആകെ ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 38,125 വോട്ട് നേടി. വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം സംശയാസ്പദമായി മാറ്റിവെച്ച 200ഓളം വരുന്ന തപാൽ വോട്ടുകളെ സംബന്ധിച്ച് പ്രതാപൻ ആക്ഷേപം ഉന്നയിച്ചു. ഇതോടെയാണ് വിധി പ്രഖ്യാപനം നീണ്ടുപോയത്. ഇതിനിടെ കോൺഗ്രസ് നേതാക്കൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നിടത്ത് VVPAT രശീതികൾ എണ്ണണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുള്ളതിനാൽ വരണാധികാരിയുടെ നേതൃത്വത്തിൽ മുൻപ് നിശ്ചയിച്ച 5 വോട്ടിംഗ് യന്ത്രത്തിലെ VVPATകളും എണ്ണി തിട്ടപ്പെടുത്തി. ഇതിനെ തുടർന്നാണ് ഔദ്യോഗികമായ വിധി പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ കോളേജിന് മുന്നിൽ തടിച്ചുകൂടിയ ഇടതുമുന്നണി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ആഹ്ലാദം പങ്കുവച്ചു. മണലൂരിലെ വോട്ടർമാരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടപ്പാടുണ്ടെന്ന് മണലൂരിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. വോട്ടെണ്ണൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശ്രീകൃഷ്ണ കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ
CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ മണലൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും കടപ്പാടുണ്ട്. ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിജയം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തരായ പ്രവർത്തകരാണ്. എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചത് എന്നും അതുകൊണ്ടാണ് അവരുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണെന്നും ഈ നാട്ടിലെ ജനങ്ങളോട് കടമയുണ്ടെന്നും അതുകൊണ്ട് തീർച്ചയായും നാട്ടിലെ മുഴുവൻ വികസന പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഒപ്പം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചുറ്റിക അരിവാൾ നക്ഷത്രം മലയാളത്തിൽ മണലൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും കടപ്പാടുണ്ട്. ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിജയം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തരായ പ്രവർത്തകരാണ്. അതിശക്തരായ പ്രവർത്തകർ. എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവരുടെ വിജയമാണ്. അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ. ഇതിനോട് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് കടമയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ നാട്ടിലെ മുഴുവൻ വികസന പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഒപ്പം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ LDF തകർന്നടിഞ്ഞപ്പോഴും മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയം പ്രത്യേക ശ്രദ്ധ നേടുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥോട് TN പ്രതാപൻ പരാജയപ്പെട്ടത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ മണലൂരിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിന്നിരുന്നു. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ TN പ്രതാപൻ 65,211 വോട്ടുകൾ നേടി. മൂന്നാമതെത്തിയ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 38,125 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം വലിയ ആത്മവിശ്വാസം TN പ്രതാപന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ UDF തരംഗത്തിനിടയിലും TN പ്രതാപനെ മണലൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തുണച്ചില്ല. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TN പ്രതാപൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അപരൻ A പ്രതാപന് 184 വോട്ടുകൾ ലഭിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന്റെ അപരൻ K രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ സുപ്രധാന വകുപ്പിന്റെ മന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പ്രതാപൻ മണ്ഡലത്തിൽ തന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മണലൂരിൽ പ്രതാപൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ സി രവീന്ദ്രനാഥിന്റെ ജനകീയത പ്രതാപന്റെ വഴി മുടക്കുകയായിരുന്നു. കൂടാതെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും പരാജയത്തിന് കാരണമായതാണ് കരുതുന്നത്. പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ജനവിധി UDF ഹൈക്കോടതിയിലേക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ 126 വോട്ടിന് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് പരാതി ഉണ്ടായിരുന്നതായി UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ പറഞ്ഞു. 126 വോട്ടുകൾക്കാണ് UDF പിന്നിലുള്ളത്. പക്ഷേ 183 പോസ്റ്റൽ വോട്ട്, അതായത് 85 വയസ്സ് പൂർത്തീകരിച്ച ആളുകളുടെ വീട്ടിൽ പോയി ചെയ്യുന്ന വോട്ട്, അത് ഉദ്യോഗസ്ഥന്റെ അറ്റസ്റ്റേഷൻ കുറവുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്റെ നടപടിക്രമം കൊണ്ട് മാത്രം ഒരു 5 ഉദ്യോഗസ്ഥരുടെ കീഴിൽ 183 വോട്ടുകൾ അസാധുവായിരിക്കുകയാണെന്നും ആ അസാധു വോട്ട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പോസ്റ്റൽ വോട്ട് റീകൗണ്ടിംഗ് എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചില്ലെന്നും അതുകൊണ്ട് UDF കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും CC ശ്രീകുമാർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി വോട്ടെടുപ്പുമായി വോട്ടെണ്ണലുമായി ബന്ധപ്പെടുത്തി പരാതി ഉണ്ടായിരുന്നു. പരാതി 126 വോട്ടിനാണ് ഐക്യജനാധിപത്യ മുന്നണി പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ 153 പോസ്റ്റൽ വോട്ട്, അതായത് 85 വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് വീട്ടിൽ പോയി ചെയ്യുന്ന വോട്ട്, അത് ഉദ്യോഗസ്ഥൻ്റെ അറ്റസ്റ്റേഷൻ കുറവുണ്ട്. ഉദ്യോഗസ്ഥൻ്റെ നടപടിക്രമം കൊണ്ട് മാത്രം ഒരു 5 ഉദ്യോഗസ്ഥരുടെ കീഴിൽ 173 വോട്ട് അസാധുവായിരിക്കുകയാണ്. ആ അസാധു വോട്ട് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. പോസ്റ്റൽ വോട്ട് റീകൗണ്ട് നടത്തണമെന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടായിരുന്നു. ആ പരാതി നമ്മളിൽ ആരോ അംഗീകരിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കും. UDF തരംഗത്തിനിടയിലും കുന്നംകുളത്തെ ചെങ്കോട്ടയായി നിലനിർത്തിയത് നഗരസഭയിലും കടവലൂർ പഞ്ചായത്തിനും ലഭിച്ച
മികച്ച ലീഡ്. വേലൂരിൽ നിന്ന് UDFന് വലിയ ലീഡ് സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിലും തുടക്കം മുതൽ നിലനിർത്തിയ ഇടത് മുന്നേറ്റത്തെ തടയുവാൻ അത് പര്യാപ്തമായില്ല. രാവിലെ 8 മണിക്ക് തപാൽ വോട്ട് എണ്ണിയപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി UDFനായിരുന്നു ആദ്യ ലീഡ്. 122 വോട്ടിന്റെ ലീഡാണ് PT അജയ്മോഹൻ സ്വന്തമാക്കിയത്. 951 വോട്ട് UDFും 829 വോട്ട് LDFും ഇത്തരത്തിൽ നേടി. തുടർന്ന് EVM മെഷീനിലേക്കുള്ള വോട്ടിലേക്ക് വന്നതോടെ കഥ മാറി. ആദ്യ റൗണ്ടിൽ തന്നെ 487 വോട്ടിന്റെ ലീഡ് LDF സ്വന്തമാക്കി. 15 റൗണ്ട് വോട്ടെണ്ണലിൽ 10, 12, 14, 15 റൗണ്ടുകളിൽ LDFനേക്കാൾ വോട്ട് UDF നേടിയെങ്കിലും ആകെ വോട്ടുകളിലെ LDF ലീഡ് മറികടക്കാൻ അത് പര്യാപ്തമായില്ല. ആദ്യമെണ്ണിയ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ 394 വോട്ടിന്റെ ലീഡാണ് AC-ക്ക് ലഭിച്ചത്. പാർട്ടി കോട്ടയായ കടവല്ലൂരിൽ 1635 വോട്ട്, പോർക്കുളത്ത് 259, കുന്നംകുളത്ത് 2976, ചൊവ്വന്നൂരിൽ 308, കടങ്ങോട് 293 വോട്ടുകളുടെ ലീഡ് AC മൊയ്തീൻ സ്വന്തമാക്കി. എരുമപ്പെട്ടിയിലും വേലൂരിലും ലീഡ് അജയ്മോഹനാണ് ലഭിച്ചത്. ഇതിൽ വേലൂർ പഞ്ചായത്തിൽ 1027 വോട്ടിന്റെ വലിയ മുൻതൂക്കം UDFന് ലഭിച്ചുവെങ്കിലും മറ്റിടങ്ങളിൽ ലീഡ് ലഭിക്കാതെ പോയത് തിരിച്ചടിയായി. നഗരസഭയിലും കടവല്ലൂരിലും നേടിയ ലീഡാണ് ഇടത് വിജയത്തിൽ നിർണായകമായത്. എരുമപ്പെട്ടിയിലും വേലൂരിലും ലീഡ് അജയ്മോഹന് ലഭിച്ചു. ഇതിൽ വേലൂർ പഞ്ചായത്തിൽ 1027 വോട്ടിന്റെ വലിയ മുൻതൂക്കം UDFന് ലഭിച്ചുവെങ്കിലും മറ്റിടങ്ങളിൽ ലീഡ് ലഭിക്കാതെ പോയത് തിരിച്ചടിയായി. നഗരസഭയിലും കടവല്ലൂരിലും നേടിയ ലീഡാണ് ഇടത് വിജയത്തിൽ നിർണായകമായത്. പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇക്കുറി ഭൂരിപക്ഷം നന്നേ കുറയ്ക്കാനായത് UDFന് ആശ്വാസമായി. NDAയിൽ മത്സരിച്ച BDJS പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാതെ പോയതോടെ BJP വോട്ടുകളും ഭിന്നിക്കപ്പെട്ടു. അന്തിമ കണക്കിൽ പക്ഷേ മണലൂരിലും ഗുരുവായൂരിലും പുതുക്കാടുമൊക്കെ സംഭവിച്ച പോലെ അവസാന നിമിഷങ്ങളിലെ സസ്പെൻസിലേക്കും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്കും പോയില്ല എന്നതിൽ LDF ക്യാമ്പിന് ആശ്വസിക്കാം. സംസ്ഥാന വ്യാപകമായ ഭരണവിരുദ്ധ വികാരത്തെയും UDF അനുകൂല തരംഗത്തെയും അതിജീവിച്ച് നേടിയ വിജയം ചെറുതല്ലാത്ത ആഹ്ലാദമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാവരോടും, വോട്ടർമാരോടും സുഹൃത്തുക്കളോടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. തുടർന്നുള്ള കാലഘട്ടത്തിലും ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെ സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതയുടെ ഭാഗമായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി മതനിരപേക്ഷ മൂല്യങ്ങളെ ബലി കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കിയതെന്ന് പ്രാഥമികമായി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ആധുനിക കേരളത്തിന് തുടക്കമിട്ട, അതിനടിത്തറയിട്ട ഗവൺമെൻറ് എന്നുള്ളതാവും പിണറായി സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുക എന്ന് ഞാൻ കരുതുന്നു. തൃശൂർ ജില്ലയിലെ UDF രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീണതാണ് ഗുരുവായൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദിന്റെ പരാജയത്തിന് പ്രധാന കാരണമായത് എന്നാണ് വിലയിരുത്തൽ. ലീഗ് അനിഷേധ്യ ശക്തിയായ കടപ്പുറം പഞ്ചായത്തിലും UDF ഭരിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിലും പ്രതീക്ഷിച്ച അത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായത്. ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയും CH റഷീദിന്റെ പഞ്ചായത്ത് കൂടിയായ കടപ്പുറത്ത് UDFന് പ്രതീക്ഷിച്ച ലീഡ് നേടാനായില്ല. പാർട്ടി 2500 മുതൽ 3000 വരെയാണ് കടപ്പുറം പഞ്ചായത്തിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചത്. എന്നാൽ 1983 വോട്ട് ലീഡാണ് CH റഷീദിന് ലഭിച്ചത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ മുസ്ലിം ലീഗ് മാത്രം ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് കടപ്പുറം. ഇതോടൊപ്പം UDF ഭരിക്കുന്ന പുന്നയൂരിലും ഭൂരിപക്ഷം കുറഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിൽ 3000 മുതൽ 3500 ഭൂരിപക്ഷമാണ് പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിച്ചത്. എന്നാൽ 2333 വോട്ടിന്റെ ഭൂരിപക്ഷമേ നേടാനായുള്ളൂ. ഈ രണ്ട് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം കുറഞ്ഞത് പാർട്ടി പരാജയപ്പെടാൻ കാരണമായെന്നാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. 2006-ൽ CPMലെ KV അബ്ദുൽ ഖാദറിനോടായിരുന്നു CH റഷീദ് ആദ്യമായി ഗുരുവായൂരിൽ മത്സരിച്ചത്. അന്ന് 12309 വോട്ട് ഭൂരിപക്ഷത്തിലാണ് KV അബ്ദുൽ ഖാദറിനോട് പരാജയപ്പെട്ടത്. UDF കേന്ദ്രങ്ങളിലുണ്ടായ അപ്രതീക്ഷിത വോട്ട് ചോർച്ച താഴെത്തട്ടിൽ വിശദമായി പരിശോധിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. ജനാധിപത്യത്തിൽ മത്സരിക്കുക, അതിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടർന്ന് 18,000-നും 16,000-നും തോറ്റ ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് തുടർന്ന് ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഊർജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുള്ള ഈ പോരാട്ടം തുടരും. അത് UDFൻ്റെ മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോരാട്ടം തുടർന്ന് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നത്തിലാണ് ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾ പരിശ്രമിക്കുക. UDF LDF എന്നുള്ളതിലേക്കല്ല, ഇവിടെ മതേതര വിശ്വാസികളുടെ ഒരു നാടാണ് കേരളവും ഗുരുവായൂരും.
അതുകൊണ്ട് തന്നെ BJPയുടെ അത്തരം പ്രചരണങ്ങളെ കൊണ്ടൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായിട്ടുണ്ട്. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഈ വിലപ്പോയിട്ടില്ല എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയിലെ തിരുത്തിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം നടത്തിയ UDF പ്രവർത്തകർക്ക് നേരെ DYFI അതിക്രമമെന്ന് പരാതി. മുൻ കൗൺസിലർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ മുൻ UDF കൗൺസിലർ ജോയൽ മഞ്ഞല, കണ്ണദാസൻ എന്നിവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. DYFI അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ, NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, സെക്രട്ടറിമാരായ EP ജയപ്രകാശൻ, KA രാജീവ്, മണ്ഡലം സെക്രട്ടറിമാരായ അനിൽ കുന്നൂർ, KM ഉദയബാലൻ, മുഹമ്മദ് കുട്ടി ഹാജി, ഈശങ്കുണ്ണി, CV ജോയ്, സിൻഡോ ജോൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS സുജീഷ് എന്നിവർ നേതൃത്വം നൽകി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വടക്കാഞ്ചേരി മുൻ നഗരസഭാ കൗൺസിലർ ജോയൽ മഞ്ഞലിക്ക് നേരെ 30 പേരടങ്ങുന്ന CPM DYFI പ്രവർത്തകർ ആക്രമണം നടത്തിയതെന്ന് UDF ആരോപിച്ചു. സംഘർഷം നിലനിൽക്കുന്ന തിരുത്തിപ്പറമ്പ്, മുണ്ടത്തിക്കോട് പ്രദേശങ്ങളിൽ വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UDF മുൻ കൗൺസിലറെയും സുഹൃത്തിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. കേരളത്തിലെ UDFന്റെ ചരിത്ര വിജയത്തിന്റെ ആവേശത്തിൽ UDF പ്രവർത്തകർ പുന്നൂർക്കുളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം പ്രസിഡന്റ് PP ബാബുവിന് മധുരം നൽകി പാർട്ടി ഓഫീസിൽ പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു. പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, കോൺഗ്രസ് വടക്കേക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P. രാജൻ, പുന്നൂർക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹസീന അബുതാഹിർ, സമീറ സക്കറിയ, നദീറ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. തുടർന്ന് ചമ്മന്നൂർ മുതൽ മാവിൻചുവട് വരെ ബൈക്ക് റാലിയും നടത്തി. PP ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, മുഹമ്മദ് റൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. ചൊവ്വാഴ്ച രാവിലെ പത്തനംതിട്ടയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മലയാളത്തിന്റെ പ്രതിഭാശാലിയായ ഒരു നടനാണ് റോഡപകടത്തിൽ പൊലിഞ്ഞത്. ഒരുപാട് സിനിമകളും ഓർമ്മകളും ബാക്കിയാക്കിയാണ് നടൻ സന്തോഷ് വിടവാങ്ങിയത്. ഭാര്യയ്ക്കൊപ്പമുള്ള ആ യാത്രയിൽ നടൻ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിമുട്ടുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച കാലത്ത് അടൂർ ഏനാത്ത് വെച്ചായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. നിസ്സാര പരിക്കുകളുള്ള ഭാര്യ ശുഭശ്രീ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറുമായി കൂട്ടിയിടിച്ച ലോറിയിലെ ഡ്രൈവറും പരിക്കേറ്റ് ചികിത്സയിലാണ്. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനാണ് സന്തോഷ് K. നായർ. ഇതിനോടകം 100-ലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വൻ വിജയമായി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന മോഹിനിയാട്ടമായിരുന്നു അവസാനമായി അഭിനയിച്ച സിനിമ. A.T. അബു സംവിധാനം ചെയ്ത രാഗം താനം പല്ലവി എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് അഭിനയരംഗത്തേക്ക് എത്തുന്നത്. ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെയാണ് സന്തോഷ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. തുടർന്നിങ്ങോട്ട് 100-ലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. ഏപ്രിൽ 18, ഇവിടെ തുടങ്ങുന്നു എന്നീ സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കൊതി തീരും വരെ, ഇത് നല്ല തമാശ എന്നീ സിനിമകളിൽ നായകവേഷം ചെയ്തു. യുവജനോത്സവത്തിലെ നിസാർ, 20-ാം നൂറ്റാണ്ടിലെ ജാക്കിയുടെ വലംകൈയായ ലോറൻസ് തുടങ്ങിയ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. രാപ്പാർക്കാം, കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്നീ സിനിമകളിൽ കോമഡി വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ചില ടെലിവിഷൻ പരമ്പരകളിലും സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട്. 1960 നവംബർ 12-ന് തിരുവനന്തപുരത്ത് CN കേശവൻ നായരുടെയും P. രാജലക്ഷ്മി അമ്മയുടെയും മകനായാണ് ജനനം. MG കോളേജിൽ നടൻ മോഹൻലാലിന്റെ ജൂനിയർ ആയിരുന്നു. ഇരുവരും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് സിനിമയിലുമെത്തിയത്. NK അക്ബർ ഗുരുവായൂരിൽ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF നേതൃത്വത്തിൽ പുന്നൂർക്കുളത്ത് പ്രകടനം നടത്തി. തുറന്ന വാഹനത്തിൽ NK അക്ബർ നാട്ടുകാർ അഭിവാദ്യം ചെയ്തു. നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു പ്രകടനം. LDF നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ അടിപതറിയിരിക്കുകയാണ് LDF. ഭരണവിരുദ്ധ വികാരവും മുന്നണിയോടുള്ള ജനങ്ങളുടെ മടുപ്പും എല്ലാം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് CPM നേരിട്ടത്.
നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. അതേസമയം CPM-ൽ നിന്ന് ആരാകും പ്രതിപക്ഷ നേതാവ് എന്നതിലും ആകാംക്ഷ നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വ പദവി ഏറ്റെടുത്തേക്കില്ല എന്നാണ് സൂചന. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യത കൂടുതലുള്ളത്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിക്ക് പുറമെ ഇക്കുറി വിജയിച്ച ഏക കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലഗോപാൽ. പ്രമുഖ നേതാക്കൾ എല്ലാം UDF തരംഗത്തിൽ അടിപതറിയ സാഹചര്യത്തിലാണ് ബാലഗോപാലിലേക്ക് ചർച്ചകൾ നീളുന്നത്. സ്വർണ്ണവില സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,675 രൂപയിലെത്തി. പവൻ വില 360 രൂപ ഇടിഞ്ഞ് 1,09,400 രൂപയിലെത്തി. സംസ്ഥാനത്ത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. ഇറാൻ-US സംഘർഷം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. 9 മാസത്തെ താഴ്ന്ന നിലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോൾ US-ഉം ഇറാനും പരസ്പരം ഏറ്റുമുട്ടിയെന്ന വാർത്തകൾ വന്നതോടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിച്ചു. ഇതോടെ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്കും വർദ്ധിച്ചു. പ്രധാന കറൻസികൾക്കെതിരെ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് അളക്കുന്ന ഡോളർ സൂചിക 0.20% വർദ്ധിച്ചത്. ഇതോടെ മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങാനുള്ള ചെലവും വർദ്ധിച്ചു. ഇത് സ്വർണത്തിലെ ഡിമാൻഡ് കുറയ്ക്കുകയും വില ഇടിക്കുകയുമായിരുന്നു. പുന്നൂർക്കുളത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി. മന്ദലാംകുന്ന് കുന്നത്തെ പള്ളിക്ക് തെക്ക് വലിയകത്ത് 76 വയസ്സുള്ള അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ടോടെ കബറടക്കം നടത്തി. ചാവക്കാട് ചെരുപ്പുകട നടത്തുകയാണ് പരേതൻ. വീട്ടിൽ അലിയും ഭാര്യ ബീവാത്തുമോളും മാത്രമാണ് താമസിച്ചിരുന്നത്. ദമ്പതികൾക്ക് മക്കളില്ല. കുറച്ച് ദിവസങ്ങളായി ഭാര്യ അവരുടെ പാലപ്പെട്ടിയിലെ വീട്ടിലായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ തെരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച തന്നെ പരിസരത്ത് ദുർഗന്ധം വമിച്ചിരുന്നുവെങ്കിലും അയൽവാസികളോ നാട്ടുകാരോ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടി ദുർഗന്ധം രൂക്ഷമായതിനെ തുടർന്ന് വീടിന് പുറകുവശത്തെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് വടക്കേക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പൊതുപ്രവർത്തകൻ നൌഷാദ് അണ്ടത്തോടിന്റെ സഹായത്തോടെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റിസ്ല റഹീം, മെമ്പർമാരായ അബ്ദുസലീം കുന്നമ്പത്ത്, TA ആയിഷ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. മെയ് 18 മുതൽ 21 വരെ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കുന്നംകുളം പെൻഷൻ ഭവന് മുമ്പിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ പതാക ഉയർത്തി. പെൻഷൻകാരുടെ അവകാശ സംരക്ഷണത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും സമ്മേളനം കരുത്തു പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോബ് രാജ്, ട്രഷറർ ബീന ചാക്കോ, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് അബി, ഡെന്നിസ് മങ്ങാട്, ഉല്ലാസ് കുമാർ, TK രവി, PK വേലു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചരണ പരിപാടികൾ ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാചകവാതക വിലവർദ്ധനവ് നാളെ സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിടും. ഓൺലൈൻ ഫുഡ് വിതരണവും നിലയ്ക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാനത്തെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകൾ എന്നിവ 24 മണിക്കൂർ അടച്ചിടുക. ഓൺലൈൻ ഫുഡ് വിതരണവും നിർത്തിവെച്ചാണ് പ്രതിഷേധം. പാഠപുസ്തകത്തിനപ്പുറം കുട്ടികളിലെ സംരംഭകത്വവും സഹകരണവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചെറുമനങ്ങാട് മഹല്ല് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ കുട്ടിച്ചന്ത സംഘടിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാകം ചെയ്ത് ഒരുക്കിയ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ കുട്ടിച്ചന്തയെ ശ്രദ്ധേയമാക്കി. ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച സ്റ്റാളുകളിൽ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ സ്റ്റാളുകൾക്ക് മാറ്റേകി. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന വലിയൊരു സംഘം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ മേളയിലെത്തി. മദ്രസ കമ്മിറ്റിയും അധ്യാപകരും നേതൃത്വം നൽകി. ചമ്മന്നൂർ അമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം അമൽ സ്കൂളിൽ നടന്നു. അലി പഷ്ണത്തയിൽ ചെയർമാൻ, KV മുഹമ്മദ് ഹനീഫ് വൈസ് ചെയർമാൻ, ഹുസൈൻ ചെറുവത്തൂർ ജനറൽ സെക്രട്ടറി, അബ്ദുൾ റഹ്മാൻ മുണ്ടാറയിൽ സെക്രട്ടറി, ഫസലുർ റഹ്മാൻ പള്ളിക്കരയിൽ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. റിട്ടയർഡ് ഗുരുവായൂർ ടെമ്പിൾ SHO മുഹമ്മദ് അഷ്റഫ് വൈശ്യം വീട്ടിൽ റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ട്രസ്റ്റിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനും സേവന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനും പുതിയ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പതിവ് പാനൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ
വോട്ടെടുപ്പിലൂടെയാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. യോഗത്തിൽ ട്രസ്റ്റിലെ 30 അംഗങ്ങൾ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,675 രൂപ. സ്വർണം പവന് 1,09,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം ചൊവ്വന്നൂർ വടുകുംപുള്ളി മീനാക്ഷി അമ്മ മകൻ നാരായണൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. രജനി ഭാര്യയും നീരജ്, കൃഷ്ണേന്ദു എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം ചേരും. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ LDF തകർന്നടിഞ്ഞപ്പോഴും പ്രത്യേക ശ്രദ്ധ നേടി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥോട് TN പ്രതാപൻ പരാജയം. UDF തരംഗത്തിനിടയിലും കുന്നംകുളത്തെ ചെങ്കോട്ടയായി നിലനിർത്തിയത് നഗരസഭയിലും കടവല്ലൂർ പഞ്ചായത്തിലും ലഭിച്ച മികച്ച ലീഡുകൾ. അപ്രതീക്ഷിതമായി വേലൂരിൽ നിന്ന് UDFന് വലിയ ലീഡ് ലഭിച്ചുവെങ്കിലും തുടക്കം മുതൽ നിലനിർത്തിയ ഇടതുമുന്നേറ്റം തടയുവാൻ അത് പര്യാപ്തമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.